السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي نزل القرآن على عبده تنزيلا، والصلاة والسلام على من رتل القرآن ترتيلا، سيدنا محمد وعلى آله وصحبه الذين اتبعوه فعلا وقيلا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. من أحيا سنتي فقد أحبني، ومن أحبني كان معي في الجنة شفيعنا رسول الله. परवाने चिराए है बुलबुल को फूल बस, सिद्दीक के लिए खुदा के रसूल. പെരുത്തു നൂറ്റാണ്ടിടക്കൊരിക്കലിൽ മരുപ്പറമ്പാവുലകത്തിൽ ഈശ്വരൻ നടുന്നു വൃക്ഷത്തെ തളിക്കുബാന്ധരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിലായി. അന്ത ഉമ്മൻ അം അബുൻ മാ റഅയ്നാ ഫീഹിമാ مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യക്ഷപീഠം അലങ്കരിച്ച ശൈഖുന ഉസ്താദ് അവറുകൾ, ഉദ്ഘാടന ഭാഷണം നടത്തിയ വന്യഗുരു അഹ്സനി ഉസ്താദ്, നാട്ടിലെ ഈ മഹല്ല് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ദീനീ സ്നേഹികൾ, പ്രിയമുള്ള എന്നെ വീക്ഷിക്കുന്ന ഉപ്പമാർ, യുവ സുഹൃത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, ശബ്ദം കേൾക്കുന്ന ഉമ്മ സഹോദരിമാർ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെയും ഇന്നുമായി ഈ സംഗമം ഇവിടെ നടത്തുന്നതിന്റെ പിന്നിൽ ധാരാളം ആളുകളുടെ ശാരീരികവും സാമ്പത്തികവുമായ വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളത് ഈ പ്രദേശം വീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്.
നേരത്തെ ഉസ്താദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ എല്ലാവർക്കും ജഗനിയന്താവായ റബ്ബ് അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിവിടെ ബുർദയും പ്രാർത്ഥനയും ഒക്കെ നടക്കാനുള്ള ഒരു മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം പ്രഭാഷണത്തിന് വേണ്ടി ചെലവഴിക്കാൻ മുതിരുന്നില്ല. എല്ലാവർക്കും പൊതുവെ പറയാറുള്ളത് പോലെ തേങ്ങ ഉണങ്ങിയാൽ നമ്മളിന് കൊപ്പരാന്ന് പറയും. കൊപ്പരക്കും വയലിന്റെ മജിൽസിനും ചില സംഗതികൾ പറ്റാത്തതുണ്ട്. മഴ പെയ്താൽ കൊപ്പര വൃത്തിയാവും, ഒരു കാര്യമില്ല. എന്നതുപോലെ ചില അസൗകര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നേരിടുമ്പോൾ അത് വയലിന്റെ മജിൽസുകളിൽ നിന്ന് ജനങ്ങൾ പോകാനുള്ള മാർഗം എന്താണെന്നാണ് ആലോചിക്കുക. പക്ഷെ ഈ മഹല്ലത്തിൽ വന്യരായ ശൈഖുനയിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അൽഹംദുലില്ലാഹ്, റാഹത്താണെന്ന് പറയലോടുകൂടെ ഇന്നത്തെ മജ്ലിസ് പൂർണ്ണമായും എല്ലാവരും ഇതിൽ പങ്കെടുത്തവരാണ്. കഴിയോളം എല്ലാവരും അവിടെ ഇരുന്നു എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റായി വന്യരായ ഉസ്താദ് അവറുകളുടെ തിരുനാവിൽ നിന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം. സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ വഅദിന് പോകുമ്പോൾ ആളുകൾ അങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാക്കുമ്പോൾ എന്തിനാ വന്നതെന്നുള്ളത് മാർക്കിടാൻ വന്നതാണ്. മൂല്യാരെ പ്രസംഗം തിരക്കടില്ലെങ്കിൽ കുറച്ചാണ്ട് ഇരുന്ന് കേട്ടുകൊടുക്കുക, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേണ്ട രൂപത്തിൽ അല്ല എങ്കിൽ മെല്ലെ ഫോണ് ചവിട്ടിൽ വെച്ചിട്ട് വെല്ലം ഇറങ്ങി പോകുക. ഇത് നല്ലൊരു ഉപാധിയായി. അഥവാ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുകയും ചെയ്തോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞതിന് ചുരുക്കം എന്ന് വെച്ചാൽ അത് എങ്ങനെങ്കിലും ഒഴിഞ്ഞു പോകണം എന്നുള്ള ചിന്തയില്ല എന്നുള്ളത് ഉസ്താദിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. നമ്മൾ ഒരു മുതഅല്ലിം വെള്ളിയാഴ്ച വയലിന് വന്നാലും ആ മുതഅല്ലിമിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ എന്തുണ്ടോ അത് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകാം. ഇൻഷാ അല്ലാഹ് ഞാൻ അതുവഴി കൂടുതൽ സംസാരിക്കുകയല്ല. ഞാൻ ഓതി വെച്ച സൂറത്തുൻ നിസായിലെ ഒരായത്ത്, അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മാത്രമേ ചർച്ചപ്പെടുന്നുള്ളൂ. ആ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു പൂർത്തീകരണം കഴിയുന്ന രൂപത്തിൽ നൽകിയിട്ട് നമുക്ക് തൽക്കാലം ഇത് അവസാനിപ്പിക്കണം. അല്ലാഹു ജീവിതത്തിൽ ഇതുകൊണ്ട് വലിയ നേട്ടം നമുക്ക് നൽകുമാറാവട്ടെ. നാഫിയ ഇൽമിന്റെ കൂട്ടത്തിൽ അല്ലാഹു ഈ സദസ്സ് ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയും ഉൾപ്പെടുത്തി നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു വലിയ മുതൽക്കൂട്ടായി കാണാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നേരത്തെ വന്യരായ ഉസ്താദ് അവറുകൾ ഉദ്ഘാടന ഭാഷണത്തിൽ അബൂലഹബിനെ കുറിച്ച് സൂറത്ത് മസദ് ഇറങ്ങിയതിന്റെ ചെറിയൊരു വിവരണം തന്നു. അതിൽ അടിവരടേണ്ട ഒരു ഭാഗമാണ് ഉസ്താദ് ചർച്ച ചെയ്തത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടുകളിച്ചവർക്കൊക്കെയും മറുപടി കൊടുത്തത് അല്ലാഹുവാണ്. അതേ സമയത്ത് പടച്ച റബ്ബിനെ പോലും ചിലരെന്തെങ്കിലും പറയുമ്പോൾ ആ കർക്കശമായ ശൈലിയിൽ അല്ലാഹു ഇടപെടുന്നില്ല, വിട്ടുകൊടുക്കുകയാണ്. അതേ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരിൽ ഒരു ചെറുവിരൽ അനക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയത് അല്ലാഹു ജല്ല ജലാലുഹു. ഇഷ്ടംപോലെ തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് അബ്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ അധ്യായം ഇറക്കിയിട്ട് അതേ വാക്കുകൊണ്ട് തന്നെ നമ്മളൊക്കെ പറയുന്നത് പോലെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം എന്ന് പറഞ്ഞതുപോലെ അതേ വാക്കുകൊണ്ട് തന്നെ നബിയെ തങ്ങളല്ല ഹുവൽ അബ്തർ, അവനാണ് അബ്തർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായി പറഞ്ഞവരൊക്കെയും അവരുടെ അങ്ങേ തലയിലുള്ള ആരും അറിയാത്ത രഹസ്യം പോലും വിശുദ്ധ ഖുർആൻ ജനമധ്യത്തില് മാന്തി പുറത്തെടുത്തിട്ട് ആ ആൾക്ക് പോലും അറിയില്ല എന്റെ പിന്നിൽ ഇങ്ങനെ ഒരു രഹസ്യമുണ്ട്. ആ മനുഷ്യൻ പോലും അത് അറിഞ്ഞിട്ടില്ല. വിശദീകരിക്കേണ്ട ഒരു ആയത്തിന്റെ ഭാഗങ്ങളാണ് ഞാൻ അങ്ങോട്ട് കടക്കില്ല പറഞ്ഞു വന്നത്. പ്രിയമുള്ളവരെ, വെറുതെയാവില്ല ഈ സദസ്സ്. ഹുജറത്തു ശരീഫയിൽ നിന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ ഉമ്മത്ത് ചെയ്തു കൂട്ടുന്ന നന്മകളും എന്റെ ഉമ്മത്ത് കാണിച്ചു കൂട്ടുന്ന തിന്മകളും ഞാൻ കാണുന്നു എന്ന് വഫാത്തിന്റെ മുന്നേ പ്രഖ്യാപിച്ചു പോയ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്ത് നന്മ ചെയ്യുമ്പോൾ
ആ നന്മ കാരണം റൗളാ ശരീഫിൽ നിന്ന് അവിടുന്ന് സന്തോഷിക്കുമെന്നും ഹമിദുല്ലാഹ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ മഹബ്ബത്ത് വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ആ തങ്ങളെ സ്നേഹിക്കാൻ മനസ്സിൽ നമുക്കൊരു ഇടമുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഈ അബൂലഹബ് എന്ന് പറയുന്ന പച്ച കാഫിറായ മനുഷ്യൻ ഈമാൻ കിട്ടി മരിക്കില്ല എന്ന് വിശുദ്ധ ഖുർആൻ കട്ടായമായി പറഞ്ഞ ഈ മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതകാലത്ത് ഖുർആൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ എടോ നിനക്ക് നരകമാണ് നിന്നെ വലിച്ചെറിയുന്ന ഇടമെന്ന് പറഞ്ഞിട്ടും ഒന്ന് വാദത്തിനു വേണ്ടിയെങ്കിലും, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നില് മുനാഫിഖീങ്ങൾ ചെയ്യുന്നത് പോലെ ഒന്ന് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കാപ്പട്യത്തോടുകൂടെയെങ്കിലും അബൂലഹബിന് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അബൂലഹബിന് ന്യായം പറയാമായിരുന്നു. ഇതാ എന്നെ കുറിച്ച് നരകവാസിയാണെന്നും ഞാൻ വളരെ നശിച്ചവനാണെന്നും എന്നെ കുറിച്ച് പ്രഖ്യാപിക്കുന്ന വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് സൂറത്തിറക്കിയപ്പോ ഞാനിതാ പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. പരസ്യമായി ഷഹാദത്ത് കലിമ ചൊല്ലിയ എന്നെ കുറിച്ച് മുസ്ലിം എന്നല്ലേ പറയേണ്ടത്? അപ്പൊ പിന്നെ ഖുർആനിൽ ആയത്തിറങ്ങിയത് സൂറത്തിറങ്ങിയതും എന്തിനെന്ന് പറയാൻ പോലും അവന്റെ മൈൻഡിലേക്ക് ആ ഒരു ചിന്ത വന്നില്ല. ഖുർആനിന്റെ ഇജാസാണത്, ഖുർആനിന്റെ ഇജാസാണത്. ആ രൂപത്തിൽ പോലും ഒന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ ആ അബൂലഹബ് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം നടന്ന സമയത്ത് സുവൈബത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ, അടിമയായ തന്റെ പെണ്ണിനെ ആ സന്തോഷ വാർത്ത എന്നെ അറിയിച്ച ഒരൊറ്റ കാരണത്താൽ ആ സുവൈബയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ആ മോചിപ്പിച്ചത് പടച്ച റബ്ബ് കബൂലാക്കുകയാണ്. ഈമാനില്ലാതെ മരണപ്പെട്ടു പോയ, നേരത്തെ ഉസ്താദ് പറഞ്ഞു, ദുർഗന്ധം വമിച്ചുകൊണ്ട് മനുഷ്യർക്ക് കുളിപ്പിക്കാൻ പോലും പ്രയാസപ്പെടുന്ന രൂപത്തില് പമ്പ് കൊണ്ട് നമ്മളെ ദൂരേക്ക് അടിച്ചെടുക്കുന്നത് പോലെ അന്നത്തെ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ട് അബൂലഹബിന്റെ ശരീരം അതേ വെള്ളത്തിന്റെ ശക്തിയിൽ കുടിമാടത്തിലേക്ക് മാറ്റിയെങ്കില് ആ അബൂലഹബിന് പോലും നരകത്തില് എല്ലാ തിങ്കളാഴ്ചയും അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. അതേ നരക ശിക്ഷയിൽ നിന്ന് ചെറിയ ലഘൂകരണമുണ്ട്. തന്റെ വിരലുകൾക്കിടയിലൂടെ നല്ല നൽതണ്ണീര് കുടിക്കാൻ കഴിയുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ ഇതെടുത്ത് ഇമാമിയങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയുന്നുണ്ട്, മുഅ്മിനേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച നമ്മള്, ആ തങ്ങളെ ഇഷ്ടപ്പെട്ട നമ്മള്, ആ തങ്ങളെ അംഗീകരിച്ച നമ്മള്, നമ്മുടെ ഭാഗത്തിൽ നിന്ന് സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തൽ നമ്മുടെ ഭാഗത്തിൽ നിന്ന് വന്നാൽ അത് മദീനയിലെ രാജാവ് കഴിയൊഴിയില്ല. ആ നേതാവ് നമ്മളെ ഏറ്റെടുക്കും. ആ നേതാവ് ഇഷ്ടപ്പെട്ടാലോ അല്ലാഹുവിന്റെ ഇഷ്ടം അവനെ ലാസിമായി, പടച്ച റബ്ബിന്റെ ഇഷ്ടം കിട്ടിയാലോ ആ മനുഷ്യന് പിന്നെ സ്വർഗപ്രവേശനം ഉറപ്പാണ്. ഒന്നേ എന്റെ മുന്നിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നുള്ളൂ, ജീവിതത്തിൽ മഹബ്ബത്ത് എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ, ഇഷ്ടം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാവാനുള്ളൊരു മനസ്സ് നമ്മൾ വെക്കണം. ഹുബൈബ് തങ്ങൾ കടുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പറയൂ, ഹുബൈബ് നിന്റെ സ്ഥാനത്ത് നിന്റെ നേതാവായ മുഹമ്മദാണെന്ന് നീ ഒന്ന് സമ്മതിച്ചാൽ, കേവലം നാവുകൊണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെയാക്കി വിട്ടുകൊള്ളാം.
കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പായിട്ടും ഹുബൈബ് തങ്ങൾ പറഞ്ഞതെന്താണ്? മഹബത്തിന്റെ അടയാളമാണ്. ആ തങ്ങളുടെ കാലിൽ മുള്ള തറക്കുന്നത് കഴുമരത്തിൽ വെച്ച് കേട്ടാലും ഹുബൈബ് പൊറുക്കൂല. വലസ്തു ഉബാലിഹീന ഉഖ്താലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ബൈത്തുകൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് സന്ദർഭം വരുമ്പോ പാടാൻ വേണ്ടി നടത്തിയേറ്റെടുത്ത വരികളല്ല, ആ സമയത്തങ്ങ് പാടിപ്പോഴതാ. ഇഷ്കിൽ ചാലിച്ചുകൊണ്ട് അങ്ങ് സമർപ്പിക്കുകയാണ്. വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട എന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ മാറ്റി നിർത്താൻ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ആ പടച്ച റബ്ബിനോടുള്ള മഹബത്ത് മാറ്റി നിർത്താൻ ശത്രുക്കളെ നിങ്ങളുടെ കടുമരത്തിനാവില്ല, നിങ്ങളുടെ കയ്യിലുള്ള കുന്തത്തിനാവില്ല, നിങ്ങളുടെ പ്രലോഭനങ്ങൾക്കാവില്ല. മറിച്ച് നിങ്ങൾക്ക് എന്റെ ശരീരത്തെ ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടാൻ സാധിച്ചേക്കും. യുബാരിക് അലാ ഔസാലി സുൽവിൻ മുമസ്സഈ. മൺകൂടാരമാകുന്ന എന്റെ ഈ ശരീരത്തെ നിങ്ങളങ്ങ് തുണ്ടം തുണ്ടമാക്കി വലിച്ചെറിഞ്ഞാലും എന്റെ റബ്ബതിന് എനിക്ക് ബറക്കത്ത് ചെയ്യപ്പെടും എന്ന ഈമാനുള്ളവനാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഒരു മഹബത്ത് ഏറ്റെടുക്കാൻ നമ്മളും തയ്യാറാവണം. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്ന വിഷയത്തിൽ ആരെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് എങ്ങനെയാണ് കഴിഞ്ഞത്, അതിന് ഉതകുന്ന രൂപത്തിലാണ് ഞാൻ ആദ്യമേ ഒരു ആയത്ത് വെച്ചത്. ആ ആയത്തിന്റെ വിഷയമൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താണെന്നറിയുമോ? സ്വഹാബത്തിന്റെ എപ്പോഴുമുള്ള മനസ്സിൽ ഹബീബായ തങ്ങളെ കാണണം, അവിടത്തെ ഇടക്കിടക്ക് വന്ന് കാണണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളത് അടയാളപ്പെടുത്തിയ നേതാവാണ്. ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഈമാനൊക്കെയും അംബിയാക്കളെ മാറ്റി നിർത്തിയാൽ എല്ലാവരുടെ ഈമാനും ഒരു തട്ടിൽ വെച്ചാലും മറ്റൊരു തട്ടിൽ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ വെച്ചാൽ എന്റെ സിദ്ദീഖിന്റെ ഈമാനിന് കനം തൂങ്ങുമെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഞാൻ അതുവഴി കടന്നു പോകുന്നില്ല. ഇന്ന് ഈ ഒരൊറ്റ വിഷയത്തിന്റെ വിഷയം പറയുമ്പോ വേറെ ഒരാളെയും കൊണ്ടുവരാതെ സിദ്ദീഖ് തങ്ങളെ മാത്രം പറയാം. അതേ ഓരോ വിഷയത്തിൽ വരാം, പക്ഷേ ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നു, സിദ്ദീഖ് തങ്ങളുടെ ശരീരത്തിലുള്ള ഒരൊറ്റ രോമമാവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഉമർ രക്ഷപ്പെട്ടേനെ. യാ ഇലാഹി കൈഫ ഹാലി ലൈസ ലീ ഖൈറുൽ അമൽ സാദ തആതി ഖലീലുൻ സുഅ ഫആലി കസീർ. ആ സിദ്ദീഖ് തങ്ങളും തന്റെ അമല് കൊണ്ടോ മഹബത്ത് കൊണ്ടോ തന്റെ വിഷയം കൊണ്ടോ തങ്ങളുടെ നാവിൽ നിന്ന് ബഹുമാനപ്പെട്ടവരെ പ്രത്യേകം വിളിച്ചിട്ട് അൻത ഫിൽ ജന്ന എന്ന് പറഞ്ഞതോ അവിടത്തെ ഒരു നിലക്കും ഉജ്ബിലേക്കോ കിബിറിലേക്കോ എത്തിച്ചില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അവിടുന്ന് പാടിപ്പറഞ്ഞ വരികളാണ്. പടച്ച റബ്ബേ, സിദ്ദീഖിന്റെ അവസ്ഥ എന്താണ്? ഈ അബൂബക്കറിന്റെ കാര്യം ബേജാറിലാണ്. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ നന്മ ചെയ്തില്ലല്ലോ, ഇനി ഉണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ വളരെ കുറവാണല്ലോ റബ്ബേ. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പോലും ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള വിഗ്രഹങ്ങളുടെ മുന്നിൽ തലകുന്തിട്ട പലരും ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മുന്നിലേക്കാണ് തങ്ങൾ വന്നിട്ട് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങളല്ലേ വലുത്, ഞാനെന്ത് പറയാനാ? അപ്പോഴാണ് ഉമർ
തങ്ങൾ പറയുന്നത്, മുത്തുനബി തങ്ങളോട് കൂടെ നിങ്ങൾ ഹിജ്റ പോയപ്പോ കേറിയിരുന്നില്ലേ? ഒരു സർപ്പത്തിന്റെ കൊത്ത് വാങ്ങിയില്ലേ? കാല് വലിക്കാൻ മുത്തുനബി തങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? അതെല്ലാം സഹിച്ചുകൊണ്ടതിന് പുറമെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ വേളയിൽ ഇങ്ങനെ നടക്കുമ്പോ അതേ മലമടക്കുകൾ താണ്ടുമ്പോ കൽച്ചീളുകളെ കൊണ്ട് തങ്ങളുടെ മടമ്പ് കാല് പൊട്ടിയിട്ട് രക്തം ഒലിക്കുന്നത് തങ്ങൾ കണ്ടില്ല സിദ്ദീഖ്? ആ സമയത്ത് നിങ്ങളുടെ ചുമല ഹബീബായ തങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് താഴ്ത്തി കൊടുത്തില്ലേ? തന്നെക്കാളേറെ പ്രായമുള്ള ആളാണ് മുത്തു റസൂലുള്ളാഹി, വയസ്സ് കൂടിയ ആളാണ്, പ്രായം കുറഞ്ഞ ആളാണ് സിദ്ദീഖ് തങ്ങള്. മുത്തുനബിയും വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാ, സിദ്ദീഖ് തങ്ങളും വഫാത്താകുന്നത് 63-ാമത്തെ വയസ്സിലാ. പക്ഷേ തങ്ങള് പറഞ്ഞില്ലേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരു 5 വയസ്സുള്ള കുട്ടി നിങ്ങളുടെ ഒക്കത്തുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിയെ അല്പം അങ്ങാടിയിലെത്തിയിട്ടൊരു മിഠായി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് നടത്താനല്ലേ ശ്രമിക്കുക? തന്നെക്കാൾ വെയിറ്റ് കുറഞ്ഞ, തന്നെക്കാൾ പ്രായം കുറഞ്ഞ, താൻ ജന്മം കൊടുത്ത തന്റെ മകനായ മകളെയും ഒന്ന് ഏറ്റി നടക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കൂലല്ലോ. ഏതു ബലത്തിലാണ് സിദ്ദീഖ് തങ്ങൾ ചുമലിലേറ്റിയത്? അതെന്താണ്? ഈമാനാണ്, അത് മഹബ്ബത്തിന്റെ ഊക്കാണ്. അവിടെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ ചുമലിൽ കയറ്റിയതെടുത്തു പറഞ്ഞ് ആ ഖോർ സൗറിലും ആ ഹിജ്റയുടെ വേളയിലും തങ്ങളെ ജീവിതത്തിൽ നടന്ന എല്ലാ സൽപ്രവർത്തനങ്ങളും എന്റെ അക്കൗണ്ടിലേക്കൊന്ന് നിങ്ങൾ തീരെഴുതി തരാൻ, ഓ സിദ്ദീഖ് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നത് മുതൽ എന്റെ മരണം വരെയുള്ള സകലമാന സൽക്കർമ്മങ്ങളും തിരിച്ച് നിങ്ങളുടെ മീസാനിലേക്ക് ഞാൻ തിരിച്ചു തരാൻ തയ്യാറാണ്. അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എന്നെ രക്ഷപ്പെടുത്താ ഞാൻ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കണക്കെനിക്ക് പറയാനില്ല, ഞാൻ നോറ്റ നോമ്പ് പറയാനില്ല. ആകെ എനിക്കുള്ളത് എന്താണെന്നറിയുമോ? എന്റെ മനസ്സിൽ ഞാൻ സ്മരിക്കപ്പെടുമ്പോഴൊക്കെയും എനിക്ക് സമാധാനം തരുന്നത് ഖോർ സൗറിൽ കയറിയതും നബി തങ്ങളെ ചുമലിൽ എടുത്തു വെച്ചതും മദീനയിലേക്ക് പോകുന്ന സമയത്ത് നബി തങ്ങളോട് കൂടെ കൂടിയതും ഇതെന്റെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണ്. അതാണോ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്? വെറുതെയല്ലോ. ഇബ്നു തൈമിയ പോലും അംഗീകരിച്ച കാര്യമല്ലേ ആ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ. ആ ജനാസ എടുത്തിട്ട് ഹുജറത്തു ശരീഫയുടെ ഭാഗത്ത് കൊണ്ടുവന്നു വെച്ചു. ഹബീബായ തങ്ങളല്ലേ അവിടെയുള്ളത്? ആയിഷ ഉമ്മയുടെ റൂമല്ലേ അത്? അവിടെ കിടക്കുന്ന മുത്തുനബി തങ്ങളരികിൽ വെച്ചിട്ട് സമ്മതത്തിന് സ്വഹാബത്ത് കാത്തിരുന്നില്ലേ? സ്വഹാബത്ത് കാത്തിരുന്നു. പാദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ, സ്നേഹിതനിലേക്ക് ചേർത്തി വച്ചോ എന്നൊരു അനൗൺസ് കേട്ടില്ലയോ? റൗള ശരീഫിൽ പോലും ഹുജറത്ത് ശരീഫയിൽ പോലും മുത്തുനബി തങ്ങളുടെ ചാരത്ത് കടക്കാൻ പോലും പ്രത്യേക സമ്മതം കിട്ടിയ മഹാനാണ്. എന്തേ കാരണം? ആ തങ്ങളെ മുത്തുനബി തങ്ങൾ വഫാത്തായപ്പോ സിദ്ദീഖ് തങ്ങൾ ആദ്യമായി കടന്നു ചെല്ലുന്ന രംഗം ചരിത്രത്തിൽ കാണുന്നുണ്ട്. അങ്ങ് ചെന്നിട്ട് നബി തങ്ങളോട് ആദ്യമായി പറയുന്നൊരു വാക്കുണ്ട്, തങ്ങളെ നാളെ നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഞങ്ങളെ മറക്കരുത് തങ്ങളെ, ഞങ്ങളെ ഓർക്കണേ തങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖത്ത് അവസാനത്തൊരു ചുടുചുംബനം നൽകിയിട്ട് അവിടുത്തെ മുഖമങ്ങ് മുത്തുനബി തങ്ങളുടെ മുഖത്തിൽ നിന്നെടുത്തിട്ട് പറഞ്ഞ വാക്കുണ്ട്, തിബ്ത ഹയ്യം വമൈതാ, ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധ, വഫാത്തായപ്പോഴും സുഗന്ധ.
അതേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയതിനു ശേഷം പിന്നെ ഒന്നുമില്ല എന്നല്ല സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്. ജീവിതകാലത്ത് എത്ര സൗന്ദര്യമാണ്, സുഗന്ധമാണ് അവിടുന്ന് ആസ്വദിച്ചത്, അതെല്ലാം വഫാത്തിന് ശേഷം കിട്ടുമെന്ന് അടിവരയിടുകയാണ്. അതല്ലേ ഇമാം നബവി റിപ്പോർട്ട് ചെയ്തത്, യാ ഖൈറ മൻ തുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു ഫത്വാബ മിൻ ഖിബിഹിന്നൽ ഖാഉ വൽ അകമു. തുടങ്ങുന്ന വരികളിലൂടെ ഹബീബായ തങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് ആ തങ്ങളെ വിളിച്ച് സഹായം തേടിയില്ലേ? തിബ്ത ഹയ്യം വമൈതാ, എന്റെ ജീവിതവും ഹയാത്തും എന്റെ മമാത്തും നിങ്ങൾക്ക് ഖൈറാണ് ഉമ്മത്തേ എന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ റഫീഖായിട്ട് നാളെ സ്വർഗ്ഗത്തിൽ കാണും. അമ്പിയാക്കളൊക്കെ ഉന്നത പദവിയിലുണ്ടാകും. ഇത് പറയുന്നത് എത്രയോ ദൂരം വന്നവരാണ് നമ്മൾ. 1500ാമത്തെ തിരുവസന്തം ആഘോഷിക്കുമ്പോ ഹബീബായ തങ്ങളുമായി കാലം കൊണ്ട് എത്രയോ പിന്നിലുള്ളവരാ നമ്മൾ. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയുള്ളൊരു വകുപ്പ് വിശുദ്ധ ഖുർആനിലൊരു ആയത്തിലുണ്ട്. ആ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വര്യനായ തൗബാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം ബഗ്വി അവിടുത്തെ തഫ്സീറിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, നസലത്ത് ഫീ തൗബാൻ, തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ആയത്തിറങ്ങിയത്. ഏതായത്ത്? വമയ്യുതില്ലാഹ വറസൂൽ തുടങ്ങുന്ന നേരത്തെ ഓതിയ ആയത്ത് സൂറത്തുൻ നിസായിലെ 69ാമത്തെ ആയത്താണത്. ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബി തങ്ങൾ അതാ ബഹുമാനപ്പെട്ട ഇമാം ബഗ്വി റിപ്പോർട്ട് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തൗബാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് വല്ലാതെ മുത്തുനബി തങ്ങളോട് മഹബത്ത് വെച്ച ആളാണ്. ശദീദുൽ ഹബ്ബുള്ള ആളാണ്, ശക്തമായ സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, അവിടുന്ന് ഒരു ദിവസം പലപ്പോഴും നബി തങ്ങളെ കാണാൻ ചൊല്ലും. ഇടക്കിടക്ക് നബി തങ്ങളെ കാണണം. ഒന്ന് വീട്ടിൽ പോയി വന്ന് അപ്പോഴേക്ക് മനസ്സിൽ വരും ഒന്ന് കാണണം, ഒന്ന് പോയി കാണണം. വീണ്ടും തന്റെ ജീവിതത്തിന്റെ ആയുഷ്യത്തിന്റെ കാര്യത്തിന് വേണ്ടി പോകും, വീണ്ടും കാണണം. അങ്ങനെ കണ്ടില്ലെങ്കിൽ അല്പസമയം കാണാൻ വൈകിയാൽ മനസ്സിൽ വേദനിക്കുമായിരുന്നു ബഹുമാനപ്പെട്ട റളിയല്ലാഹുവിനെ. അതൊരു വല്ലാത്ത സംഗതിയാണ്, അനുഭവിച്ചവർക്ക് അതറിയൂ. അതിന്റെ ചെറിയൊരു രൂപം വേണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീൻ, നമ്മളൊക്കെ 5, 6, 7, 8, 10 കൊല്ലം വന്യരായ ശൈഖുനയുടെ അടുക്കൽ ഓതിപ്പടിച്ച് അവസാനം ശൈഖുനയുടെ ദർസിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നു. അത് അവർക്കും കൂടി വേണ്ടി പറയണം. സാധാരണ പോകുന്നത് വരെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണ്? അത് കഴിഞ്ഞിട്ടാ മതി, പോകേനി. 2 കൊല്ലം കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാകുക 2 കൊല്ലം നേരത്തെ പോകാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അതൊരു വിടവാങ്ങുന്ന ഒരു സമയമുണ്ട്. ഇപ്പോഴും ഉണ്ടാകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ശൈഖുനെ ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ ആ വിടവാങ്ങുന്ന രംഗം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന പരമ്പരയുള്ള ഉലമാ, അൽ ഉലമാ വറസത്തുൽ അംബിയാ, വന്യരായ നമ്മുടെ ശൈഖ് മശായിഖന്മാരെയും നമ്മെയും ഒക്കെയും ആ വിഭാഗത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആലോചിച്ചു നോക്ക്, ആ സമയത്തുണ്ട പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോ മനസ്സിലുണ്ടാകുന്നൊരു വേദന പിന്നീട് കാണാൻ പറ്റും. പക്ഷേ എങ്കിലും ആ പടിയിറങ്ങി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചൊരു ഹദീസാണ്. മിഷ്കാത്ത് ഓതുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഉസ്താദിന് ആ സമയത്ത് ഞാൻ എത്തി പറയല്ല, ആ സമയത്ത് ഉസ്താദിന്റെ കണ്ടം ഇടറിയതായിട്ട് എനിക്ക് തോന്നിയൊരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറാക്കി പറഞ്ഞേക്കുന്ന ഒരു ഹദീസുണ്ട് മിഷ്കാത്തിൽ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മുആദ് തങ്ങളെ കൂട്ടാക്കിയില്ല. മുആദ് തങ്ങൾ കൂട്ടാക്കാത്തത് എന്തുകൊണ്ടാ? എന്റെ കുടുംബത്തെ കാണാത്തത് കൊണ്ടല്ല, മക്കളെ കുറിച്ച് ഓർത്തിട്ടല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിട്ടു പിരിയുന്നതിലുള്ള സങ്കടം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നതിനേക്കാളേറെ
പ്രബോധനത്തിന്റെ വഴി നിങ്ങൾ തെരഞ്ഞെടുക്കണം മുആദ്. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളെ ഞാൻ യമനിലെ ഗവർണറാക്കുകയാണ്, അവിടെ ദീനീ ദഅവത്ത് നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ആ വിഷയത്തിന്റെ ആജ്ഞ വന്നപ്പോ അനുസരിക്കാതിരിക്കുക നല്ലതല്ല എന്ന് മനസ്സിലാക്കി മുആദ് തങ്ങളെ മദീനയുടെ അതിർത്തി വിട്ട് കിടക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഭാഗം കാണാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, യാ മുആദ് അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ, കൊല്ലത്തിന്റെ ശേഷം നമ്മളെ കാണൂലട്ടോ. എന്റെ ഉപ്പമാരോട് പറയാം, ഗൾഫിലേക്ക് മകൻ പോകുന്ന സമയത്ത് ഓൻ നമ്മളെ തിരിച്ച് കാണൂല എന്നൊരു വാക്ക് നമ്മോടെങ്ങാനും പറഞ്ഞാൽ നമുക്കതെങ്ങനെ റിസൾട്ട് കിട്ടിയാൽ ഓൻ നമ്മൾ വിടുവോ? അവൻ പോകാൻ തയ്യാറാകുമോ? മനെ നീ വരുന്ന സമയത്ത് വാപ്പ ഉണ്ടാകൂല ഉമ്മ ഉണ്ടാകൂല എന്ന് പറഞ്ഞാൽ ആ മകനെ വിടുമോ? സംഭവിക്കുന്നുണ്ടല്ലോ അങ്ങനെ. അന്തരീക്ഷത്തിലല്ലേ ഒരു വിമാനം കത്തിയമർന്നത്, എത്രയോ മനുഷ്യന്മാരല്ലേ മരണപ്പെട്ടു പോയത്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മുആദ് തങ്ങളോട് ഇതങ്ങ് പറഞ്ഞപ്പോ മുആദ് തങ്ങൾ കരഞ്ഞു. ഹദീസിന്റെ പ്രയോഗം ഫജസഅ മുആദ് തങ്ങൾ പൊറുതികേട് കാട്ടിപ്പോയി. പക്ഷേ നബി തങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മുആദ് തങ്ങൾ പോയത്. ആ ഭാഗം പറയുമ്പോ കണ്ടമിടറി പോകാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തി എന്താണെന്നറിയോ, തൗബാൻ റളിയല്ലാഹു അൻഹു അവിടെയാണ് അടയാളപ്പെടുത്തുന്നത്. അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ചത് കാരണം ഇടക്കിടക്ക് കാണണം, തങ്ങളിലേക്ക് തന്നെ വരണം. ആ ഒരു ബന്ധം വല്ലാതെ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണുകയാണ്. പക്ഷേ എങ്ങനെയാണ് കാണുന്നതെന്നറിയുമോ? അവിടുത്തെ വല്ലാതെ അവിടുത്തെ മുഖം പകർച്ചയായിട്ടുണ്ട്. ഹബീബായ തങ്ങൾക്ക് മനസ്സിലായി വല്ലാതെ ദുഃഖം തൗബാനിന്റെ മുഖത്തുണ്ട്, വല്ലാത്ത വിഷമമുണ്ട്. ഹബീബായ തങ്ങൾ പറഞ്ഞു, തൗബാ എന്തേ നിങ്ങൾക്ക് വല്ലാതെ മുഖത്തിന് മാറ്റം വന്നല്ലോ, നിങ്ങളെ മുഖം വല്ലാതെ വിഷമിക്കുന്നതായി കാണുന്നുവല്ലോ, പഴയതുപോലെ പ്രസരിപ്പില്ലല്ലോ, സന്തോഷമില്ലല്ലോ. അപ്പോഴാണ് തൗബാ തങ്ങൾ പറയുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ബി മറദുൻ വലാ വജഉൻ, എനിക്കൊരു രോഗമില്ല നബിയേ, വേദനയുള്ള നബിയേ, ഞാൻ ശരീരം പെയിന് വന്ന് കരയല്ല, സങ്കടപ്പെടുകയല്ല, രോഗം കാരണം എന്റെ മുഖം വിഷമത്തോടെ കൂടിയിരിക്കല്ല, അതിലേറെ എന്റെ മനസ്സിൽ തികട്ടുന്നൊരു വിഷയമുണ്ട് തങ്ങളെ, അതിനാണ് എനിക്ക് ഉത്തരം കിട്ടേണ്ടത്. അതെന്താണ് തൗബാ? അപ്പോഴാണ് തൗബാൻ തങ്ങൾ പറയുന്നത്, നബിയേ, അല്പമങ്ങാനും തങ്ങളെ കാണുന്ന വിഷയത്തിൽ വിടവ് സംഭവിച്ചാൽ എന്റെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെട്ടു പോകുന്നുണ്ട്. തങ്ങളെ കണ്ടാൽ എന്റെ പ്രയാസം മാറുന്നുണ്ട്, എന്റെ വേദന മാറുന്നുണ്ട്, സങ്കടങ്ങൾ തീരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇടക്കിടക്ക് വരാൻ പറ്റുന്ന രൂപത്തിൽ മസ്ജിദുൻ നബയിലും തങ്ങളെ വീട്ടിലുമായി മാറി മാറി വന്നു കാണാൻ എനിക്ക് ദുനിയാവിൽ ഇടമുണ്ടല്ലോ നബിയേ. അതേ സമയത്ത് നബിയേ, ഈ ഒരു മഹബത്തിലായി കഴിഞ്ഞു കൂടുന്ന ഞാൻ ദുനിയാവിലല്ല ഇതെനിക്ക് കഴിയുകയുള്ളൂ. ഞാനങ്ങ് ആഖിറത്തെ കുറിച്ച് അങ്ങ് സ്മരിച്ചു പോയി, ആഖിറത്തെ കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു പോയി നബിയേ. ഫഅഖാഫു ഇന്നി ലാ അറാക്, അപ്പോ ഇനി വല്ലാത്ത ബേജാറ് വന്നു നബിയേ, എന്റെ ഉള്ളിൽ ഭയം വന്നു നബിയേ. കാരണം തങ്ങളെ ഇടക്കിടക്ക് വന്ന് കാണുന്ന ഈ തൗബാനിന് തങ്ങളെ ആഖിറത്തിൽ അങ്ങനെ കാണാൻ പറ്റൂലല്ലോ നബിയേ. കാരണം തങ്ങളുള്ളത് തുറഫഉ മഅൻ നബിയ്യീൻ, അവിടുന്ന് അമ്പിയാക്കളോട് കൂടെ ഉന്നതമായ സ്റ്റേജിലല്ലേ. മഅറൂഫിൽ ഖർഖി റളിയല്ലാഹു അൻഹു ഇവിടെന്ന് പറയുന്നുണ്ട്, വിശുദ്ധ റബീഉമായി നബി തങ്ങളെ മഹബത്തിൽ മനസ്സ് കൊണ്ട് നടന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല വസ്ത്രം ധരിച്ച് അതേ നല്ല പ്രത്യേകമായ അലങ്കാര രൂപത്തിൽ വിളക്ക് വരെ കത്തിച്ചാൽ അവന് നാളെ മുത്തുനബി തങ്ങളോട് കൂടെ സീറ്റുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഓ നബിയേ, തങ്ങളെ അമ്പിയാക്കളിലും ഉന്നതരാണ്. അവിടുന്ന്
അഷ്റഫുൽ ഖൽഖാണ്. എല്ലാ അമ്പിയാക്കളും തങ്ങളുടെ താഴെയാണ്. അത് അമ്പിയാക്കളുടെ ഗ്രേഡ് കുറക്കാൻ പറഞ്ഞതല്ല. ഉപ്പാപ്പയാകുന്ന അബൂനാബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം പോലും അവിടെ നിന്ന് ദുനിയാവിലേക്ക് വന്നതിന് ശേഷം ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. അതേ ഹവ്വാ ഉമ്മയെയും ആദം നബിയെയും രണ്ട് വഴിയിലായിട്ടാണല്ലോ അല്ലാഹു ഇറക്കിയത്. അവരെ കണ്ടുമുട്ടിയതും അവരിൽ നിന്നുള്ള പ്രത്യേകമായ ഖേദം അല്ലാഹു സ്വീകരിച്ചതും ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് വന്നൊരു വസീലയുടെ തട്ടമാണ്. വബ്തഗൂ ഇലൈഹിൽ വസീല. ആരെയാണ് ആദം നബി വസീലയാക്കിയത്? അല്ലാഹുവിനോട് പറഞ്ഞ വാക്കുകളാണ്. പടച്ച റബ്ബേ, വരാനിരിക്കുന്ന എന്റെ പേരമക്കളില് അവസാനത്തെ പ്രവാചകനായി, ഖാതിമുൻ നബിയീനായി, അമ്പിയാക്കളുടെ പരമ്പരയെ പൂർത്തീകരിക്കപ്പെടുന്ന കോലത്തിൽ രൂപത്തില് വന്ന നേതാവാകുന്ന അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ അവിടത്തെ കാരണമായി വസീലയാക്കി എന്നെ ഒന്ന് ഖബൂലാക്കി തരണേ അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു ഇടപെട്ട് സംസാരിച്ചത്. എത്രയോ പിന്നിൽ ജനിക്കാൻ പോകുന്ന മോനെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ മോനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ വിവരം കിട്ടി? പടച്ച റബ്ബേ, എന്റെ ശരീരത്തിൽ ആത്മാവ് വന്ന് പതിച്ചപ്പോ ഞാൻ അതാ അർശിന്റെ ഭാഗമൊന്ന് കണ്ടപ്പോ നിന്റെ പേര് ഞാനങ്ങ് കണ്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മിന്റെ തൊട്ട് ബാക്കിലായി മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, അമുസ്ലിമായ ഒരു മനുഷ്യന് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആകെ പറയുന്ന ഒരു ഡിമാൻഡ്, ആ മനുഷ്യൻ മുത്തുനബി തങ്ങളെ അംഗീകരിക്കാതെ അല്ലാഹു ഉണ്ടെന്നും അവൻ ഏകനാണെന്നും അവൻ ഒരുവനാണെന്നും അവനല്ലാത്ത മറ്റു എല്ലാത്തിനെയും അവൻ ഒഴിവാക്കിയാലും അവനെ കുറച്ച് മുവഹിദ് എന്ന് പറയാൻ പറ്റില്ല. ഏതുവരെ? മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ അംഗീകരിക്കുന്നത് വരെ. ഇവിടെയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അല്ലാ, ഞാൻ ആ ഇസ്മ അർശിന്റെ ഭാഗത്തിൽ കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ പേരല്ലല്ലോ ഞാൻ കണ്ടത്. വരാനിരിക്കുന്ന 1,24,000 അമ്പിയാക്കളുടെ കൂട്ടത്തില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിത്വം അത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ഞാനങ്ങ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ തങ്ങളെ നിന്റെ മുന്നിൽ വസീലയാക്കി വെച്ചത് അല്ലാഹ്. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, ആദമേ, ഞാൻ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല. മനുഷ്യരെ പടക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ ഭൂമിയെ തന്നെ അല്ലാഹു പടക്കുമായിരുന്നില്ല. കാരണം ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ളതെല്ലാം മനുഷ്യൻ ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്. ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് പ്രതിനിധിയാക്കിയിട്ടാണ് ആദം നബി അയച്ചത്. എല്ലാം അങ്ങ് കൂട്ടി വായിക്കുമ്പോ മനുഷ്യരിവിടെ വേണം, പടച്ച റബ്ബിന്റെ ഖലീഫമാര് വേണം, ഭൂമി വേണം, സൂര്യന് വേണം, ചന്ദ്രൻ വേണം, മറ്റുള്ള ഗോളങ്ങൾ വേണം. ആകയാൽ ലോകമൊട്ടാകെ ഇവിടെ വരാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പിറവിയാണ്. അവിടത്തെ അല്ലാഹു സൃഷ്ടിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്. അതിനെ അടയാളപ്പെടുത്തുന്ന ഒരു അഥറാണ് ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. ഓ പ്രിയപ്പെട്ടവരെ, ആ നേതാവിനെ കുറിച്ച് തൗബാൻ തങ്ങൾ പറയുകയാണ്, ഓ നബിയേ, അമ്പിയാക്കളോട് കൂടെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന തങ്ങളെ ഞാൻ എങ്ങനെ ആഖിറത്തിൽ വെച്ച് കാണും നബിയേ? നൂഹ് നബി മാറിത്തരുമോ? കലീമുല്ലാഹ് മൂസാ നബി മാറിത്തരുമോ? അതേ മിറാജിന്റെ വേളയിൽ പോലും ബൈത്തുൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ചെന്നപ്പോ തങ്ങളല്ലേ ഇമാമു നിന്നത്, തങ്ങളല്ലേ അവരാഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഈ
ഈ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് വലിയ രാജാവായി നിൽക്കുന്ന തങ്ങളെ അരികിലേക്ക് തൗബാദിന് നാളെ ആഖിറത്തിൽ വരാൻ കഴിയുമോ നബിയേ? വഇന്നി ഇൻ ദഖലത്തിൽ ജന്ന ഫീ മൻസിലതി അദ്നാ മിൻ മൻസിലതിക. കാരണം എനിക്ക് സ്വർഗപ്രവേശനം ലഭിച്ചാൽ തന്നെയും ഞാനിതാ തങ്ങളുടെ സ്ഥാനത്തെക്കാളേറെ എത്രയോ താഴ്ന്ന സ്ഥാനത്തല്ലേ എന്റെ ഇടമുള്ളത്, ഞാൻ എത്രയോ ഇപ്പുറത്തല്ലേ ഉള്ളത്, എനിക്കങ്ങനെ കാണാൻ പറ്റും നബിയേ. വഇല്ലം അദ്ഖുലിൽ ജന്ന ലാ അറാക അബദാ. അതേ സമയത്ത് തൗബാരക്കാരും സ്വർഗം കിട്ടിയില്ലെങ്കിലോ പിന്നെ ഈ തൗബാൻ തങ്ങളെ ഒരിക്കലും കാണൂലല്ലോ നബിയേ. സങ്കടം പറഞ്ഞു ഹബീബായ തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട്, വിഷമം പറഞ്ഞു ഹബീബായ തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ മറുപടി കൊടുക്കും? കാരണം തൗബാനിന്റെ ചോദ്യം സ്ഥാനത്താണ്. അമ്പിയാക്കളിൽ തന്നെ നേതാവായി വിരാജിക്കുന്ന അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ അമ്പിയാക്കളെ കൂട്ടത്തിലൂടെ ദുനിയാവിൽ നിന്ന് കണ്ടതുപോലെ ഇടക്കിടക്കൊന്നു വന്നു കാണാൻ എങ്ങനെ സാധിക്കുമെന്ന ചോദ്യത്തിന് എന്തു മറുപടി പറയാനാ? ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങൾക്ക് ഖിദ്മ നടത്തി കൊടുത്തിട്ട് മരം കോച്ചുന്ന തണുപ്പിലും വെള്ളത്തിന്റെ പാനപാത്രമെടുത്ത് തന്റെ ശരീരത്തിലേക്ക് അണച്ചുകൂട്ടി ശരീരത്തിന്റെ ഊഷ്മാവും ആ വെള്ളത്തിന്റെ പാത്രത്തിന്റെ പുറത്ത് തട്ടിച്ചിട്ട് അതിൽ നിന്ന് അല്പമൊന്ന് തണുപ്പകറ്റി കൊടുത്തിട്ടാണ് മുത്തുനബി തങ്ങൾക്ക് വെള്ളം കൊടുത്തിരുന്നതെന്ന് കാണാം. അപ്പോഴാണ് ചോദ്യം വന്നത്, സല്യാ റബീഅ, ചോദിച്ചോ റബീഅ. അപ്പോഴാണ് മുത്തുനബി തങ്ങളോട് റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നത്, തനിക്ക് കിട്ടിയത് കിട്ടാവുന്നതിലപ്പുറമുള്ള നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്, നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് ദുനിയാവ് ചോദിച്ചുകൂടാ, ആഖിറത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചുകൂടാ. എല്ലാം എന്റെ മറുപടിയിൽ ഉൾക്കൊള്ളണം, എല്ലാം എനിക്ക് നേടിക്കിട്ടണം, ആ ഉത്തരത്തിൽ എല്ലാം ഉൾപ്പെടണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഓ നബിയേ, എനിക്ക് വേണ്ടത് സ്വർഗം കിട്ടണമെന്നല്ല, എനിക്കൊന്ന് നരകമോചനം ലഭിക്കണം എന്നല്ല, മറിച്ച് എനിക്ക് കിട്ടേണ്ടത് തങ്ങളോടുകൂടെ സ്വർഗത്തിലെ റഫീഖാവണം എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ മുത്തുനബി തങ്ങളുടെ ഹദീസിന്റെ പ്രയോഗം കാണാം. മറ്റെന്തെങ്കിലും പോരെ റബീഅ, അത് തന്നെ വേണം നബിയേ. തങ്ങളത് സമ്മതം കൊടുത്തുവല്ലോ. ഇങ്ങനെ ഒറ്റപ്പെട്ട സ്വഹാബികള് അത് നേടിയെടുത്തതായി ഹദീസിൽ കാണാം. മുഗീറ തങ്ങളെ മുത്തുനബി തങ്ങളെ വഫാത്തായതിനു ശേഷം അവിടുത്തെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം അതേ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ തന്റെ ശരീരത്തിലെ ജിസ്മിയ തന്റെ തടി കാരണമായി സ്വഹാബത്തിനോട് കൂടെ മറമാടുന്ന വിഷയത്തിലെ അരികിലേക്ക് ചെല്ലാൻ കഴിയാതെ വന്നപ്പോഴാണ് അവിടുന്ന് ചിന്തിച്ചത്, അല്ലാ മണ്ണിട്ട് മൂടുകയാണ്. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തറത്തൻ ഉഖറാ. തങ്ങൾ ഭൗമലോകത്തിൽ നിന്ന് കാണുന്നത് മറയുകയാണല്ലോ. ഈ മുഗീറത്തിന്റെ ബാക്കിയുണ്ട്. ചിന്തിച്ചുകൊണ്ടല്ലേ തന്റെ കയ്യിലുള്ള മോതിരമങ്ങ് ഓരിയിട്ട് നേരെ അങ്ങ് ഹുജറത്തു ശരീഫയുടെ ഖബറിന്റെ ഉള്ളിലേക്ക് ഇട്ടു. നബി തങ്ങളുടെ കഫം പുടവയുടെ മേലത് ചെന്ന് കിടന്നു. ആ മോതിരമെടുത്തിട്ട് മറമാടുന്ന സ്വഹാബി ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഖബറിലേക്ക് മോതിരം വീണിട്ടുണ്ട്, ആരുടേതാ? പിന്നിൽ നിന്ന് പറഞ്ഞു, എന്റേതാണ്, മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞില്ല. കൈമാറി 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 അതേ പിന്നിൽ നിൽക്കുന്ന സ്വഹാബിയുടെ കയ്യിൽ
കയ്യിലേക്ക് ആ മോതിരം അങ്ങ് വന്നപ്പോ യൂസുഫിന്റെ ബുഖാരി പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ചെരുപ്പെടുത്ത് അവിടുന്ന് ഖിദ്മത്ത് നടത്തിയെങ്കിൽ ഞാൻ അതിന്റെ സൂറത്തിന് ഖിദ്മത്ത് നടത്തുകയാണ്. മുഅ്മിനീങ്ങളെ, തൊട്ടതിനെല്ലാം പുണ്യമുണ്ട്. നബി തങ്ങളെ കണ്ടവരെ കണ്ടാൽ പുണ്യമുണ്ട്. അബീ യസീദുൽ ബിസ്താമി എന്ന മഹാനെ കണ്ടതിന്റെ പേരിലല്ലേ മഴയില്ലാതെ ജനങ്ങളെ പ്രയാസപ്പെട്ടുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ടും പ്രാർത്ഥന നടത്തിയിട്ടും ഒരൊറ്റ തുള്ളി മഴ പെയ്യാതെ വന്നപ്പോഴല്ലേ ഇറങ്ങി തിരിച്ചിട്ട് റബ്ബേ എന്റെ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് മഴ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കണ്ടവരെ കണ്ട ബറക്കത്താണ് കേട്ടോ. ഈ സ്വഹാബിയതാ കയ്യിലേക്ക് മോതിരം കിട്ടിയപ്പോ ആ മോതിരത്തിന് നേരെ തന്റെ ചുണ്ടുകൾ അമർത്തി പിടിച്ചിട്ട് മദിയാ റസൂലല്ലാഹ്, മദിയാ റസൂലല്ലാഹ്, എന്റെ കയ്യിൽ ഈ മോതിരം നിലനിൽക്കുന്ന കാലത്തോളം എനിക്ക് തങ്ങളുടെ ഒരു മഹബത്തുമായി തങ്ങളുടെ ശരീരത്തിലെ കഫൻ തുണി തട്ടിയ രൂപത്തിൽ ഒരു മോതിരമെങ്കിലും എന്റെ ശരീരത്തിലുണ്ടല്ലോ. പറയാനെന്ന സമയം അനുവദിക്കുന്നില്ല. ഇങ്ങനെ അങ്ങെടുത്തു നോക്കിയാൽ ഓരോ സ്വഹാബിയെ കുറിച്ചും ഡസക്കണക്കിന് ഈ രൂപത്തിൽ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ എന്തിനാണ്? നമ്മളും ആ മഹബത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. അതൊന്ന് ഇഷ്ടം വാങ്ങാനാണ്. ആ തങ്ങളെ മഹബത്ത് വെച്ചോ, ദുനിയാവിലും തങ്ങൾ കൊടുക്കും, ആഖിറത്തിലും തങ്ങൾ കൊടുക്കും. അബൂ താലിബിന്റെ ഭാര്യയാണ് ഫാത്തിമ, ഫാത്തിമ ബിൻത് അസദ്. ആ മഹദി വഫാത്തായപ്പോ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ഖബറിന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വഹാബികളോട് പറഞ്ഞു, മാറി നിൽക്കൂ, ഞാനൊന്ന് ഇറങ്ങട്ടെ. കുളിച്ച് വെച്ച ഖബറിലേക്ക് മുത്തുനബി തങ്ങളൊന്ന് കിടന്ന് മയ്യത്തിനെ കിടത്തുന്നത് പോലൊന്ന് കിടന്നു. അവിടെ നിന്ന് എണീറ്റു. സ്വഹാബത്ത് പറഞ്ഞു, എന്തേ നബിയെ? അതേ, ഞാൻ കിടന്ന ഖബറ് എന്റെ ഉമ്മാനെ പ്രയാസപ്പെടുത്തൂല, എന്റെ ഉമ്മാനെ വിഷമിപ്പിക്കൂല. ഖബറിനൊരു സ്വഭാവമുണ്ട്. നല്ല മനുഷ്യനാണെങ്കിലും ചീത്ത മനുഷ്യനാണെങ്കിലും ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ ഖബറൊന്ന് കൂട്ടിപ്പിടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് കാണിച്ചു തന്നത്. രണ്ട് കൈകളും എപ്രകാരം ചേർത്തിയിട്ടാണ്. വലതുഭാഗത്തെയും ഇടതുഭാഗത്തെയും ഭാര്യയല്ലേ തമ്മിൽ പരസ്പരം കോർക്കുന്നത് പോലെ ആ മനുഷ്യരെ അങ്ങ് നീക്കാക്കി കളയും. എന്നിട്ട് പറയുകയാ, നല്ല മനുഷ്യനാണോ? പിന്നെ ഖബറങ്ങ് മാറി നിൽക്കും, ശാരദ കൊടുക്കും, വലിയ സന്തോഷം കിട്ടും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അതേ സമയത്ത് ദുർമരണമാണോ? ആ അടക്കി പിടിക്കൽ അങ്ങനെ തന്നെ ഉണ്ടാകും. ഇലാ യൗമിൽ ഖിയാമ. സ്വഹാബത്തിന് പോലും നബി തങ്ങളത് കണ്ടതാണ്. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഖബറിന്റെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് കാല് പൊക്കി പിടിച്ചത്. മലായികത്തിന്റെ ആധിക്യമെന്ന മറുപടി പറഞ്ഞത്. അർശ് പോലും എന്റെ സഅദിന്റെ വഫാത്ത് കാരണം കിടിലം കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഅദ് തങ്ങളെയും അവിടെ നിന്ന് ജനാസ മറപാടിയപ്പോ ഹബീബായ തങ്ങളെ അവിടെ നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു. ആവശ്യം ചോദിക്കുന്നു സ്വഹാബത്ത്, ഇത് പ്രത്യേകം സുന്നത്തുണ്ട് നബിയെ, തസ്ബീഹ് വേണം, തൽഖീൻ വേണം, ഇങ്ങനൊരു തസ്ബീഹ് വേണ്ടതുണ്ടോ? ഇല്ല ഇല്ല. എന്റെ സഅദിനെ കൂട്ടിപ്പിടിച്ചപ്പോ എന്റെ മനസ്സ് വേദനിച്ച് തസ്ബീഹ് ചൊല്ലിയതാണ്. പിന്നെ തക്ബീർ പങ്കു ചൊല്ലി. അതിന് കാരണം എന്റെ സഅദിനെ ഖബർ വിശാലമാക്കി കൊടുത്തു. തൗബാൻ റളിയല്ലാഹു അൻഹു പറയാടോ നബിയേ, ഈ രൂപത്തിൽ ഞാൻ എന്തു ചെയ്യും? എനിക്ക് തങ്ങളെ നാളെ എങ്ങനെ കാണാൻ പറ്റും? എങ്ങനെ തങ്ങളരികിലേക്ക് വരാൻ പറ്റും? അപ്പോഴാണ് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 69ാമത്തെ ആയത്ത് ഇറക്കി കൊടുത്തത്. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്-സിദ്ദീഖീന വശ്-ശുഹദാഇ വസ്-സാലിഹീൻ وحسن أولئك رفيقا. തൗബാൻ റളിയല്ലാഹു അൻഹു അന്ന് അങ്ങനെ ചോദിച്ചത് കൊണ്ട്
നമുക്കെല്ലാവർക്കും അതിൽ ഉത്തരമുണ്ട്. തൗബാന് മാത്രം ഖാസായി കൊടുത്ത ഒരു ആയത്തല്ല ഇത്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിൽ അവസരമുണ്ട്. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചവരാരാണോ, ഹബീബായ തങ്ങളെ തള്ളിപ്പറയാത്തവർ ആരാണോ, ആ തങ്ങളെ ചേർത്തു വെച്ചവരാരാണോ, ആ തങ്ങളുമായി ബന്ധം സ്ഥാപിച്ചവരാരാണോ, പർവാനെ ചിറാഹ് ഹേ ബുൽബുൽ കോഫുൽ ബസ് സിദ്ദീഖ് കെ ലിയേ ഖുദാ കെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുമായുള്ള ബന്ധത്തിനെ കുറിച്ച് ഒരു ഉറുദു കവി പറഞ്ഞു പാടി വെച്ചതാണ്. ഈയാമ്പാറ്റകൾക്ക് മടന്ന് അതേ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈയാമ്പാറ്റകള് മഴപ്പാറ്റകൾക്ക് വിളക്കുമാടങ്ങളാണ് വേണ്ടത്. എന്നാൽ സിദ്ദീഖ് വേണ്ടത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയാണ്, ആ നേതാവിനെയാണ് വേണ്ടത്. ഓ പ്രിയപ്പെട്ടവരെ, ഇവിടെ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ആ വലിയ ആശങ്ക നീക്കി കൊടുക്കുന്നു. അവിടുത്തെ പരാതിക്ക് ഉത്തരം കിട്ടിപ്പോയി. അല്ലാഹുവിനെയും റസൂലിനെയും ആരാണോ അംഗീകരിക്കുന്നത്, അനുസരിക്കുന്നത്, അവര് നാളെ ഒറ്റക്കല്ല, അവര് നാളെ അമ്പിയാക്കളോട് കൂടെയാ, സിദ്ദീഖീങ്ങളോട് കൂടെയാ, ശുഹദാക്കളോട് കൂടെയാ. അതുകൊണ്ട് മഹബത്ത് വെക്കാതെ മനസ്സുണ്ടെങ്കിൽ, അംഗീകരിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നാളെ അമ്പിയാക്കളുടെ ഇടയിലൂടെ ചെന്ന് ഹബീബായ തങ്ങളെ കാണാൻ നമുക്ക് പറ്റും. ആ തങ്ങളെ നമുക്ക് അവിടെ വെച്ചും കാണാൻ പറ്റും. അതിനല്ലേ ഇവിടുന്ന് പഠിപ്പിച്ച് തന്നൊരൊറ്റ ഡിമാൻഡ്. അത് ഞാൻ ഈ സദസ്സിലേക്കൊന്ന് വെച്ചിട്ട് ഈ പ്രഭാഷണത്തിന് ഞാൻ അവസാനമിടുകയാണ്. അതേ, മന്നഹിയാ സുന്നതി, എന്റെ ചര്യ ആരാണോ ജീവിതത്തിലേക്ക് കൂട്ടിപ്പിടിച്ചത്, എന്റെ സുന്നത്തിന് ആരാണോ ഹയാത്താക്കിയത്, അതിനാരാണോ ഏറ്റെടുത്തത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതു ഷഹീദ്. ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത് എന്റെ ചര്യ ഒന്ന് മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിന്റെ അർത്ഥങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 100 ഷഹീദാവണമെങ്കിൽ ഉദരണാങ്കളത്തിൽ ഷഹീദായ ഹംസ തങ്ങൾ ഒരു ഷഹീദാണ്. അതേ ബദറിൽ വഫാത്തായ അബൂ ഉബൈദ തങ്ങൾ ഒരു ഷഹീദാണ്. ഇങ്ങനെ ശുഹദാക്കളെ പട്ടിക പരിശോധിക്കുമ്പോ അവർക്കൊക്കെയും ഒരു ഷഹീദ് എന്ന കൂലിയെ പറയുന്നുള്ളൂ. അതേ സമയത്ത് ഉമ്മത്ത് ഫസാദാകുമ്പോ തിരുചര്യ ജീവിതത്തിന്റെ ഭാഗ്യമാഭാഗ്യത്തിന്റെ ഭാഗമാക്കി ഏറ്റെടുക്കുന്നവർ ഒരു സുന്നത്തായിട്ട് മുത്തുനബി തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഇഷ്ടം കിട്ടാൻ, അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ, എന്റെ തലയിൽ ഒരു തലപ്പാവ് വെക്കുന്നത്, ഒരു തൊപ്പി ധരിക്കുന്നത്, ഒരു ടവലടിക്കുന്നത്, വെള്ള വസ്ത്രം ഒന്ന് പ്രത്യേകമായി ഒന്ന് ഒരുക്കി വെക്കുന്നത്, ജുമുഅക്കെങ്കിലും ആ വസ്ത്രം ഒന്നണിയുന്നത്, താടി ഒന്ന് വളർത്തുന്നത് എന്റെ തിരുനബിയുടെ ചര്യയാണ്. കൂട്ടത്തിൽ ഞാൻ ഈ സദസ്സിൽ ആരെങ്കിലും അത്തരക്കാർ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട ഉമർ അൽ ഖാദി റഹിമഹുള്ളയുടെ മുന്നിലേക്ക് ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടൊരു മനുഷ്യൻ വന്നപ്പോ പള്ളിയിലെ ഖാദി ആരാണ്? ബഹുമാനപ്പെട്ട ഉമർ ഖാദി. അവിടുന്ന് പാടിപ്പോയി പറഞ്ഞു, യാലി ഖത്താടി ഉൻദുറു ഇലൽ കണ്ണാടി വജ്ഹുക മച്ചാടി വഅന്നക തമ്മാടി. വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ വാക്കാണ് ഇവിടെന്ന് പറഞ്ഞത്. എല്ലാം അതിലുണ്ട്. താടി പഠിക്കുന്നവനെ ആ പടിയൊന്ന് നിർത്തിവെക്കടോ. എന്നിട്ടൊരു മസാല പറയുകയാണ്, സ്ഥിരമായി താടി പഠിക്കലത്തെ കറാഹത്താന്ന് പറഞ്ഞാലും തഹരീമിന്റെ കറാഹത്താണെന്ന് പറഞ്ഞാലും സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നവനിൽ അവൻ ഫാസിഖാണ്. നിക്കാഹ് കഴിഞ്ഞിട്ട് അതേ വരന്റെ ഭാഗത്തിൽ നിന്നൊരു സാക്ഷി വേണമെന്ന് പറയുമ്പോ നമ്മളൊക്കെ മത്സരിച്ചിട്ട് ഞാൻ ഇടാന്ന് പറയാറില്ലേ? ആരാ സാക്ഷി എന്ന് പറയുമ്പോ മുന്നിലേക്ക് നെഞ്ചും തള്ളി വരുമ്പോ ആലോചിക്കണേ മുന്നിലെ വധുവിന്റെ ഭാഗത്തിൽ നിന്ന് സാക്ഷി വെക്കുമ്പോഴും നമ്മൾ
നമുക്ക് എന്താണൊരു ഉഷാറ്. പക്ഷേ ചിന്തിക്കണം, അതേ ഫാസിഖായവനെ സാക്ഷിക്ക് പറ്റൂല. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി പറഞ്ഞത്, വഅന്നക തമ്മാടി, ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന നീ തമ്മാടിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദിയാണല്ലോ പറഞ്ഞത്. ആ മനുഷ്യനും നന്നായി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ മനുഷ്യൻ പിന്നീട് ഒഴിവാക്കിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് അവിടെയാണ്. നാളെ മുത്തുനബി തങ്ങൾ ഖബറിലേക്ക് വരും, നമുക്ക് കാണിച്ചു തരും. ആരാണെന്ന് ചോദിക്കും. ആ സമയത്ത് കവിൽ തടത്ത് പടച്ച റബ്ബ് സുന്നത്താക്കി തന്ന താടി വെക്കാൻ മറക്കരുത്. തിരുശരീരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, ഉമ്മമാരെ, നിങ്ങൾ ഈ പ്രദേശത്ത് ധാരാളം ഉമ്മമാര് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ അരുതായ്മകളോട് നോ പറയാറൊന്ന് കഴിയണേ പെങ്ങളെ. നിങ്ങൾക്ക് നാളെ സ്വർഗത്തിലുള്ള ലീഡർ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് കേട്ടോ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്നതിന്റെ മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് വഫാത്തുണ്ടെന്ന വിവരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനാമിലൂടെ പറഞ്ഞു കൊടുത്തപ്പോ അലിയാരങ്ങളുമായത് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ തമ്മിൽ വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടൊരു വസിയ്യത്താണ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണേ, എന്നെ ഖബറിലേക്ക് നിങ്ങൾ വെക്കണേ, എന്റെ കഫംപുട നിങ്ങൾ പൊതിയണേ. എല്ലാം അലിയാര് തങ്ങൾ ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പിന്നെയും ഫാത്തിമ ബീവി കരയുകയാണ്. മരണത്തിന്റെ വിഷമം കൊണ്ടല്ല, വേർപിരിയുന്നതിലുള്ള ദുഃഖമല്ല. ജീവിതത്തിൽ ഫാത്തിമ ബീവി ചിരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടുത്തെ വഫാത്തുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലാ. ആയിഷ റളിയല്ലാഹു അൻഹയല്ലേ പറയുന്നത്. അതേ നബി തങ്ങളുടെ ആയിഷ ബഹുമാനപ്പെട്ട ഫാത്തിമ ഉമ്മയോട് അരികിൽ വിളിച്ചിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ ബീവി കരഞ്ഞുപോയി. ആ കരച്ചിലങ്ങ് മാറാൻ നബി തങ്ങൾ ഒരു സ്വകാര്യം കൂടെ പറഞ്ഞു. ഫാത്തിമ ബീവി ചിരിച്ചു പോയി. ഉടനെ തന്നെ ആയിഷ ബീവി ചോദിക്കാണ്, മോളെ ഫാത്തിമ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ ആ സ്വകാര്യം? ഫാത്തിമ ബീവി ചിരിച്ചിട്ട് മറുപടി കൊടുത്തു, പിന്നെ അതിന്റെ സ്വകാര്യം എന്ന് പറയുമോ ഉമ്മ? ആരും കേൾക്കാതെയല്ലേ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ആ രഹസ്യം ഞാൻ മുത്തി നബിയുള്ള കാലത്തോളം ഞാനത് വെളിപ്പെടുത്തൂല. വഫാത്തായി കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ സ്വകാര്യം ഇനി ഞാൻ പറഞ്ഞു തരാം. എന്റെ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, ഫാത്തിമ, ഉപ്പ പോവുകയാണ് മോളെ. ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിച്ച് ആഖിറ ലോകം തെരഞ്ഞെടുക്കുകയാണ്. അർ-റഫീഖൽ അലാ എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുത്തുനബി തങ്ങൾ തെരഞ്ഞെടുത്തത് ഫാത്തിമ ബീവിയെ അറിയിക്കുമ്പോ ഫാത്തിമ ബീവി മുത്തുനബി തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ. അവിടെ വെച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാ മുത്തുനബി തങ്ങളോ ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ കരഞ്ഞു. ആയിഷ ഉമ്മ, പിന്നെ ഞാൻ ചിരിച്ചത് എന്തിനാണെന്നറിയുമോ? ബേജാറാകണ്ട മോളെ, വിഷമിക്കണ്ട മോളെ, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് വരുന്നത് നീയാണ് മോളെ. മുത്തുനബി തങ്ങളെ വഫാത്തായി ഏകദേശം 6 മാസമായപ്പോഴേക്കും ഫാത്തിമ ബീവി വിട ചൊല്ലിയിട്ടുണ്ട്. ആ ഫാത്തിമ ഉമ്മാന്റെ അവസാനത്തെ വസിയ്യത്താണ്, വലിയാര് തങ്ങളെ, ഞാനിപ്പോ കരച്ചിൽ വരുന്നതിന്റെ കാരണം എനിക്ക് എന്റെ ഉപ്പയെ കാണുന്ന സന്തോഷമുണ്ടെങ്കിലും എനിക്ക് മറ്റും സങ്കടമില്ലെങ്കിലും ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് തങ്ങളുടെ മുഅദ്ദിനാണ്. അവിടെ കുടുംബം കരയാണ്. കരയുമ്പോഴാണ് മുആദ് തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഇങ്ങനെ കരയാണോ? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഈ ബിലാലിൽ നിന്ന് കരച്ചിലില്ല, വീട്ടുകാരുടെ വിലാപമാണ്. ബിലാൽ തങ്ങളെ കണ്ണങ്ങ് തുറന്നു, എന്നിട്ടങ്ങ് ചിരിക്കുകയാണ്. മരണത്തിന്റെ സമയത്താണ്. എന്നിട്ട് പറയാണ്,
നിങ്ങൾ കരഞ്ഞിങ്ങനെ കൂടേണ്ടതില്ല. എനിക്ക് ഈ മരണത്തോടുകൂടെ ഞാൻ എന്റെ നബിതങ്ങളുമായി കണ്ടുമുട്ടുകയാണ്. എന്റെ മുന്നേ പോകാൻ എന്റെ കൂട്ടുകാരുമായി ഞാൻ കാണുകയാണ്. അവരോടുകൂടെ ഞാൻ ഒരുമിക്കുകയാണ്. ഇത് കണ്ടോ നിങ്ങള്? ഫാത്തിമ ബീവി വല്ലാതെ വിഷമം പറഞ്ഞു. ഉപ്പ വഫാത്ത് നിങ്ങളാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിച്ചതാണ് ആയിഷ. ആ ഫാത്തിമ ബീവിയാണ് അലിയാർ തങ്ങളോട് പറയുന്നത്, എന്റെ ജനാസ ആണുങ്ങളെ കാണിച്ചു കൊടുക്കരുത്. കഫം പുടവയുടെ മുകളിലൂടെയും എന്നെ ആരും കാണണ്ട. ആ ശരീരം ഖബറിലേക്ക് വെക്കാൻ വസിയ്യത്ത് ചെയ്തത് അതേ രാത്രി സമയത്താണെന്ന് കാണാം. എന്തിനാണത്? ഒരൊറ്റ സ്ത്രീ പോലും വരാത്ത സമയമാണല്ലോ ഖബറിന്റെ ചാരത്ത്. നിസ്കാരത്തിനും ഖബറിന്റെ ഭാഗത്തും ആണുങ്ങളല്ലേ ഉണ്ടാകുന്നത്. രണ്ടിലും പങ്കെടുത്തവർക്ക് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. ഖബർസ്ഥാനി പള്ളിയായതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ആര് മരണപ്പെട്ടാലും ഒരു മുഅ്മിനാണോ എന്റെ കുടുംബമാണെങ്കിൽ ഖബറിന്റെ അടുത്തൊന്ന് പോകാമെന്ന് ചിന്തിക്കാതെ മുഅ്മിനായ മനുഷ്യന്റെ ജനാസയെ അനുഗമിച്ച് മറമാടുന്നത് വരെ ഒന്ന് പോയി കൊടുത്താൽ ഉഹുദ് മലയോളം വലിപ്പമുള്ളതാണ് ഖിറാത്തിന്റെ പ്രതിഫലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ജനാസ രാത്രി മറമാടണം. എന്തിനാണ്? ആണുങ്ങളല്ലേ ഖബറിന്റെ ചുറ്റുമുണ്ടാവുക. അതുകൊണ്ട് ഇരുട്ടത്ത് മറമാടണമെന്ന് വസിയ്യത്ത് ചെയ്ത ഉമ്മാന്റെ അനുയായികളായ ഉമ്മമാരെ, സഹോദരിമാരെ, ഇന്ന് ഏറ്റവും സ്ത്രീകൾ വല്ലാതെ രംഗപ്രവേശനം നടത്തുന്നത് ഔറത്തിന്റെ കാര്യം ശ്രദ്ധിക്കാതെയാണ്. അൽ മർഅതു ഔറത്തുൻ, സ്ത്രീകൾ മൊത്തമായും ഔറത്താണ്. പുറത്തിറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇതൊക്കെ പറയുമ്പോ പർദ്ദക്കുള്ളിൽ തളച്ചിടാന്ന് വെക്കല്ല പെങ്ങളെ. നിങ്ങൾക്ക് ഇസ്ലാം തന്ന സ്വാതന്ത്ര്യമാണത്. അല്ലാഹുവേ നിങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് അമൻ നഹിയാ സുന്നത്തി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ തൗഫീഖ് തരണേ അല്ലാഹ്. ആ രൂപത്തിലെങ്ങാനും പിൻപറ്റിയാലോ, എന്റെ സുന്നത്തിനെ ചേർത്ത് പിടിച്ചാലോ, വമൻ അഹബ്ബനി, അവൻ ആരാണ്? എന്നെ ഇഷ്ടം വെച്ചവനാണ്. ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചവനാണ് അവൻ. എന്നെ സ്നേഹിച്ചാലോ, വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന, അവൻ എന്നോട് കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസും സൂറത്തുൻ നിസായിലെ 69-ാമത്തെ ആയത്തും വലിയ പ്രതീക്ഷ നമുക്ക് തരുന്നതാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മുടെ ബുർദയുടെ ഇഖ്വാനികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, സദസ്സിനെ ഖബൂലാക്കണേ അല്ലാഹ്. ഇരുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ശൈഖുനയോട് കൂടെ, ഞങ്ങളുടെ വന്യരായ ഉസ്താദുമാരോട് കൂടെ നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ സദസ്സിനെ സബബാക്കണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ സുഖമുള്ളവരുടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. സാധുവായ എൻ്റെ ഉമ്മയടക്കം വന്യരായ ഉസ്താദുമാരുടെ മാതാപിതാക്കളടക്കം പലരും മരണപ്പെട്ടവരാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ സുഹൃത്തുക്കളെ ഇതിന്റെ ഒക്കെ മിഥില തവാബുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഈ പള്ളിയുടെ ഖബർസ്ഥാനിലുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരിലേക്കും ഈ സദസ്സിന്റെ മിഥില തവാബ് എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കൊക്കെയും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്ന സമയം യഖ്ലത്തിലൊന്ന് കണ്ട് അവിടുന്ന് കലിമ അങ്ങനെ ചൊല്ലിക്കൊടുത്ത് മരിച്ച ഇമാമിങ്ങൾ ഒരുപാടുണ്ട്. പടച്ചോനെ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനെ. അവിടുത്തെ ചെഞ്ചുണ്ടിൽ നിന്ന് കലിമ കേട്ട് മരിക്കണം. ആ സമയത്ത് ബദരീങ്ങളടക്കം ഞങ്ങളെ മുന്നിൽ ഹാദിറാവണം. ഇബ്ലീസ് അവനവിടുന്ന് ദൂരെ പോകണം. സ്വർഗ്ഗം ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ കാണണം. റബ്ബേ, ഭാഗ്യം തരണേ റഹ്മാനെ, ഭാഗ്യം തരണേ റഹ്മാനെ. ഈമാനോട് കലിമ ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ ഈ സദസ്സ് നീ കാരണമാക്കണം അല്ലാഹ്. നീ കാരണമാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ തണലാടി ഞങ്ങൾ വന്യരായ ഉസ്താദുമാർ ദീർഘായുസ്സ് കൊടുക്കണം റഹ്മാനെ. അവർക്കുള്ള എല്ലാ സുഖങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്.
ആഖിബത്ത് ഞങ്ങൾക്കൊക്കെയും നന്നാക്കി തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.